അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ വളരെ ഞെരുപ്പായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് പുതിയൊരാളെ കിട്ടി, ഡി മണി. പക്ഷേ അത് പോരാ. നമ്മളൊരു മലയാളികളുടെ സ്വഭാവം വെച്ചിട്ട് ഒരു സ്ത്രീ കൂടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അഥവാ പഞ്ചലോഹ വിഗ്രഹക്കൊള്ള ഇതിനകത്ത് വരണം. ഞാനിത് പറയാൻ കാര്യം, നമ്മളുടെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് ഉണ്ടായല്ലോ കുറച്ചു കാലം മുമ്പ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും മറന്നുപോയി, ഞാനും കുറേയധികം മറന്നു എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കാണുന്നു. ഏതായാലും ദുബായിൽ നിന്ന് അവരുടെ കോൺസുലേറ്റ് ജനറലിൻ്റെ ലഗേജായിട്ട് സ്വർണം കേരളത്തിൽ വരുന്നു. അത് ഭ്രാന്തൻ രാമമൂർത്തി എന്നറിയപ്പെടുന്ന ഒരു കസ്റ്റംസുകാരൻ പിടിക്കുന്നു. അത് പ്രശ്നമാകുന്നു. അതേ ചൊല്ലി പിന്നെ തുടങ്ങി അങ്ങോട്ട് ബഹളം. പിണറായി വിജയനാണ്, പിണറായി വിജയൻ്റെ ഓഫീസാണ്, ശിവശങ്കരനാണ്, സ്വപ്ന സുരേഷാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ സംഗതി മൂത്തു വന്നു. അപ്പം ഞാൻ ഡൽഹിയിൽ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു. അങ്ങേര് റിട്ടയേർഡാണോ സർവീസിലുള്ള ആളാണോ എന്ന് ഞാൻ പറയില്ല, ചില സോഴ്സൊക്കെ രഹസ്യമായിട്ട് വയ്ക്കണമില്ല. ഏതായാലും ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, കേരളത്തിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഓ, എന്താ പ്രശ്നം? ഇങ്ങനെ കള്ളക്കടത്തൊക്കെ നടന്നു, വലിയ ബഹളമാണ്. അപ്പോൾ അങ്ങേര് ചോദിച്ചു, അല്ല മൊത്തം ഈ കള്ളക്കടത്തിൻ്റെ എമൗണ്ട് എത്ര വരും? സ്വർണം, നയതന്ത്രം അതൊക്കെ വിട്, മൊത്തം ഇൻവോൾവായ എമൗണ്ട് എത്രയാണ്? ഞാൻ പറഞ്ഞു, അത് ഏകദേശം ഒരു 30 കോടി വരും. 30 കോടി? നിങ്ങൾക്ക് നാണമില്ലേ മോഹൻദാസേ? 30 കോടി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഞങ്ങൾക്ക് പ്രാതലിന് തികയില്ല. അതാണ് പൈസ പോകുന്ന റേഞ്ച്. നിങ്ങൾ 30 കോടി, ഇവിടെ 10,000 കോടി, 15,000 കോടി, 60,000 കോടിയൊക്കെയാണ് കിടന്ന് മറിയുന്നത്. അതിൻ്റെ കേസുകളൊക്കെയാണ് CBI ED ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു 30 കോടി നാണ്, വേറെ പണിയില്ല നമുക്ക്. ഞാൻ നിരാശനായി, ഉള്ളിലൊന്ന് ചമ്മി. പിന്നെ ഫോണിലായതുകൊണ്ട് ചമ്മൽ മുഖത്ത് പുള്ളി അറിയില്ലല്ലോ. ഞാൻ എന്നാൽ പിന്നെ ശരി ടീക്ക് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പറഞ്ഞു, വെക്കല്ലേ, ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണാവോ? അതിനകത്ത് ഒരു സ്ത്രീയും കൂടെ ഉണ്ടാവണമല്ലോ നിങ്ങളുടെ കേസിൽ. ഞാൻ പറഞ്ഞുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അത് നിങ്ങളുടെ മലയാളികളുടെ കേസാണെങ്കിൽ അതിനകത്തൊരു സ്ത്രീ ഉണ്ടാകും. ഒരു പത്തല്ലൊരു സാരി ചുറ്റി ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ അങ്ങ് കൂടും. ഇതിപ്പം നിങ്ങൾ സോളാറ് ഒക്കെ നോക്കിക്കോ, ഒരു സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസുകൾക്കൊരു ഗുമ്മ് വരുള്ളൂ. ഞങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ പരമ പുച്ഛമാണ് തോന്നുന്നത്. ഏതായാലും കൊള്ളാം, നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഈ സംഭവം ഞാനിപ്പോൾ പറയാൻ കാര്യം, നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള പോകുന്ന പോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൽ ഒരു മിസ്സിങ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളത് ഒരു സ്ത്രീയാണ്. അവർ താമസിയാതെ പ്രത്യക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലകന്മാരെ പൊതിഞ്ഞ പാളി, കട്ടിള പൊതിഞ്ഞിരുന്ന പാളി, ഇതൊക്കെയാണ് വിവാദമായിട്ട് വന്നത്. അതാരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവനെ പിടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ്, വാസു, ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് ഇതുവരെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഒരു മോഷണ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിച്ച ആൾ പിന്നെ തൊണ്ടി, ഇത് രണ്ടും കിട്ടണം. അമ്പലപ്പറമ്പിൽ വെച്ച് മാലയും പൊട്ടിച്ചെടുത്തിന് ഓടിക്കഴിഞ്ഞാൽ അവനെ പിടിച്ചാൽ മാത്രം പോരാ, അവൻ്റെ കയ്യിൽ ഈ മാലയുടെ കഷ്ണവും കാണണം. കണ്ടില്ലെങ്കിൽ ഇടിച്ചവൻ്റെ പതക് ചതച്ചിട്ട് അവനെ കൊണ്ട് പറയിക്കും, എവിടെയാടാ മാല വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അതും കൂടെ കണ്ടെടുത്തിട്ടാണ് കേസാക്കുന്നത്. ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ തൊണ്ടി മുതൽ കിട്ടാനില്ല, അത് ഉരുക്കിക്കളഞ്ഞു, അല്ലെങ്കിൽ ഉരുകിപ്പോയി. വാസുവൊക്കെ പറയുന്നു അത് ചെമ്പ് തന്നെ ആയിരുന്നു, എൻ്റെ ദൈവമേ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത് സ്വർണം പൂശാൻ വെച്ചിരുന്നതാണ്. ഹൈക്കോടതിയിൽ ഞാൻ നിങ്ങളോട് വിധി വായിച്ച് കേൾപ്പിച്ചതാണ്. ഹൈക്കോടതിയിൽ ഇത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന് തെളിവെന്താണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ തെളിവില്ല. 5 സാക്ഷികളെ അങ്ങോട്ട് നിരത്തി അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. ഹൈക്കോടതി അല്പം ഗ്രഡ്ജിംഗ്ലി അത് അക്സെപ്റ്റ് ചെയ്തിട്ട് വാസുവിന് ജാമ്യം നിഷേധിച്ചു. ഇത് അടിസ്ഥാന വസ്തുതയായിട്ട് കിടക്കുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഗോവർദ്ധൻ റോദ്ധാം
അയാളുടെ 278 പേജ് വരുന്ന ജാമ്യാപേക്ഷയും ഞാൻ പരിശോധിച്ചു. അയാളും ആണയിട്ട് പറയുന്നത് എനിക്ക് തന്നത് ചെമ്പായിരുന്നു എന്നാണ്. അപ്പോൾ സ്വർണ്ണമായി ഉണ്ടായിരുന്നതിന് തെളിവെന്താ? ഞാനെന്നാ വീഡിയോ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം മനോരമയിൽ ഒരു വാർത്ത വന്നു. ഈ സ്വർണം പൊതിഞ്ഞതിൻ്റെ 460 പേജുകൾ വരുന്ന രേഖ ദേവസ്വം ബോർഡിലുണ്ടായിരുന്നെന്നും അതിൻ്റെ ഒറിജിനൽ SITയെ ഏൽപ്പിച്ചുവെന്നും ഫോട്ടോ കോപ്പി ദേവസ്വം ബോർഡ് എടുത്തു വെച്ചു എന്നുമാണ് വാർത്ത. ദേവസ്വം ബോർഡിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് മനോരമ പറയുന്നില്ല. SITക്ക് കൊടുത്തത് എന്ത് ചെയ്തു എന്നും പറയുന്നില്ല. SITക്ക് കൊടുത്തെങ്കിൽ റെക്കോർഡുകളെല്ലാം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു, ജസ്റ്റിസ് രാജാ വിജയരാഘവൻ. അപ്പോൾ ഈ റെക്കോർഡും സീൽ ചെയ്ത് ഹൈക്കോടതി രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം. തരക്കേടില്ല, അങ്ങനെ ഉണ്ടെന്ന് വെച്ചോ. ഉണ്ടെങ്കിൽ ജാമ്യാപേക്ഷ പരിശോധിച്ച ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ ഇത് ബോധിപ്പിക്കണ്ടേ? തമ്പുരാനെ, ഈ കണക്കുണ്ട്, അതിവിടെ തന്നെ ഇരിപ്പുണ്ട് ഹൈക്കോടതിയിൽ ഭദ്രമായിട്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സാക്ഷികളെ നിരത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാക്ഷി എന്താ സ്വർണം പൊതിഞ്ഞെടുത്ത് വായി നോക്കിയിരിക്കുന്ന സാക്ഷിക്ക് ഇത് സ്വർണ്ണമാണെന്ന് പറയാൻ പറ്റുമോ? പൂച്ചയ്ക്ക് എന്ത് പൊന്നിരുക്കുന്നിടത്ത് കാര്യം എന്നുള്ള ചോദ്യം വരുമല്ലോ. ഈ ബേസിക് പ്രശ്നം ഇപ്പോഴും ഇതിനകത്ത് കിടക്കുന്നു. അപ്പോഴാണ് ഡി മണി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രേതത്തെ കൊണ്ടുവരുന്നത്. അയാളുടെ പിന്നാലെ എല്ലാവരും കൂടെ ദിണ്ടുക്കലേക്ക് പാഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഡി മണിയല്ല MS മണിയാണെന്ന് പറഞ്ഞു. ഞാനും ഒന്ന് ഞെട്ടി. കാരണം എനിക്കറിയാവുന്ന MS മണി കേരളകൗമുദിയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹം കുറേ കാലം മുമ്പേ തന്നെ മരിച്ചുപോയി. നല്ലൊരു മനുഷ്യനായിരുന്നു. ആ പേരാണ് ഇയാൾക്ക്. MS മണിയാണ് ഞാൻ. ബാലമുരുകൻ്റെ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നു, എൻ്റെ ഫോൺ ബാലമുരുകൻ ഉപയോഗിക്കുന്നു. ഞങ്ങൾക്ക് വിഗ്രഹ കച്ചവടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അയാൾ പട്ടാൻ കടിച്ചു. പറ്റിയില്ല. അയാളുടെ വീട്ടിൽ പോയി അയാളെ ചോദ്യം ചെയ്തു. അയാളുടെ വീട് റെയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞാണ് തമാശ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേരള പോലീസ് ഈ പറഞ്ഞ മണിക്ക് ഒരു നോട്ടീസ് അങ്ങ് കൊടുത്തു. ജാനുവരി 4, 5 തീയതികളിൽ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് ഈഞ്ചയ്ക്കലുള്ള SITയുടെ ആഫീസിൽ ഹാജരായി മൊഴി കൊടുക്കണം. അതെന്ത് പരിപാടിയാണ്? നിങ്ങൾക്കൊരാളെ സംശയം, അയാളെ പോയി നിങ്ങൾ കണ്ടെത്തുന്നു, പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അയാളുടെ വീടും കടയും പത്താഴവും എല്ലാം നിങ്ങൾ റെയ്ഡ് ചെയ്യുന്നു. വളരെ സ്ട്രോങ് സംശയമുള്ളപ്പോഴാണ് ഈ റെയ്ഡൊക്കെ നടക്കുന്നത്. റെയ്ഡിന് ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് റെയ്ഡ് നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ തിരിഞ്ഞു കളഞ്ഞിട്ട് അയാളോട് പറയുന്നു, ചേട്ടാ അടുത്ത ആഴ്ച തിരുവനന്തപുരത്തൊന്ന് വരാൻ പറ്റുമോ? അടുത്ത ആഴ്ച നോക്കാം. എന്നാണ്? ഒരു 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി. 4, 5 കുഴപ്പമില്ല, ഞാൻ വന്നോളാം. ഇവർ തിരിച്ചും വരുന്നു. അപ്പോൾ ഇതെന്താ? പോലീസും ഡി മണിയും തമ്മിലൊരു ധാരണയാണ്. ഈ ജാനുവരി 4-ന് ഡി മണി ഹാജരായില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഞൊട്ടുവോ അയാളെ? അയാൾ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരനാണെന്നും പറഞ്ഞാണല്ലേ ഈ പിടിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരൻ 4-ാം തീയതി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കാത്തിരിക്കുമോ ദിണ്ടുക്കലിൽ? ഒന്നുകിൽ അയാൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോകും, അല്ലെങ്കിൽ അയാൾ ഒരൊറ്റ അങ്ങ് മുങ്ങും. എന്ത് ചെയ്യും കേരള പോലീസ്? ഇത് എനിക്കറിയില്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യവുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിനെല്ലാം ഇടത്തടിച്ച് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ആവേശം കയറുന്ന കുറച്ച് പേരുണ്ട്. അന്താരാഷ്ട്രം പിടിച്ചു, പിന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങളല്ലേ കടത്ത്. എവിടുത്തെ പഞ്ചലോഹ വിഗ്രഹം? ശബരിമലയിൽ എവിടെ നിന്നാണ് പഞ്ചലോഹ വിഗ്രഹം? ഇപ്പോൾ എല്ലാവരും പറയുന്നു അയ്യപ്പൻ്റേത് പഞ്ചലോഹ വിഗ്രഹമാണ്. ശരി ആണ്. അതാണോ കൊണ്ടുപോയിരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാണ്. അത് കൊണ്ടുപോകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ. കാരണം ഈ വാതിലൊക്കെ വീണ്ടും നിർമ്മിക്കാനായിട്ട് ഊരി മാറ്റുമ്പോൾ ശ്രീകോവിൽ തുറന്നു കിടക്കുകയല്ലേ. ഇതാർക്കെങ്കിലും എടുത്തുകൊണ്ട് പോകാമല്ലോ വിഗ്രഹം തന്നെ. എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അപ്പോഴും ഇയാൾ ഈ വിദേശ വ്യവസായി എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്ന മൊഴി, ഇയാൾ ഡി മണിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ കുറേ അധികം പഞ്ചലോഹ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു. അപ്പോൾ അയാൾ കൗതുകത്തിന് ചോദിച്ചു, ഇതെന്താപ്പാ ഇതിനും മാത്രം വിഗ്രഹങ്ങൾ? അതോ ഇത്
അമൂല്യമായ വില പിടിച്ച പഞ്ചലോഹ വിഗ്രഹങ്ങളാണ്, പുറത്ത് പറയരുത്. ഓരോന്നിനും കോടികൾ വില വരും. ചേട്ടനോടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പുറത്ത് പറയല്ലേ എന്ന് പറയുക. ഈ വ്യവസായി അവിടെ നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്നിട്ട് രമേശ് ചെന്നിത്തലയുടെ ചെവിയിൽ പറഞ്ഞു, ദേ ഇന്നമാതിരി പഞ്ചലോഹ വിഗ്രഹം മദ്രാസിൽ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കണ്ടതാണ്. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഒരു പരാതിയൊക്കെ എഴുതി SITക്ക് കൊടുക്കുക. SIT രമേശ് ചെന്നിത്തലയെ വിളിച്ച് മൊഴിയെടുക്കുക. അങ്ങനെ കിടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വ്യവസായിയുടെ മൊഴിയെടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡി മണിയെ അന്വേഷിച്ചു. വലിയ റെയ്ഡും ബഹളമൊക്കെ നടത്തി 2 ആഴ്ച കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. ഈ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി നമ്മൾ വിശ്വസിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമ്മുടെ മലയാളികളുടെ ഇൻഗ്രീഡിയൻ്റായ ഒരു വനിത കൂടെ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി. ഇവരൊക്കെ ഹാജരാകുന്നുണ്ടല്ലോ, പലപ്പോഴും ഇവരുടെ വീട്ടിൽ പോയിട്ട് അവരെ പിടിക്കുക, അങ്ങനെയൊന്നും അവരെ കയ്യിൽ കിട്ടില്ല. കുറേ നാൾ മുമ്പ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഈശ്വരമൂർത്തി, തമിഴ്നാട്ടുകാരനാണ്, സേലത്തോ മറ്റോ ഉള്ള ആളാണ്. 70കളുടെ അവസാനം 80കളുടെ തുടക്കത്തിൽ ഒക്കെ നടന്നൊരു കേസാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈശ്വരമൂർത്തിയെ പിടിക്കാനായിട്ട് കേരള പോലീസും എക്സൈസും തലങ്ങും വിലങ്ങും ഓടുന്നു. തമിഴ്നാടും കേരളവും ഒന്നാക്കി ഇളക്കി മറിക്കുന്നു. ഒരു ദിവസം രാവിലെ നല്ല വെയിൽ, ഒരു 11:30 മണിക്ക്, മെലിഞ്ഞ് കറുത്ത് കഷണ്ടി കയറിയ ഒരല്പം പ്രായം ചെന്ന മനുഷ്യൻ, ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും തോളത്തൊരു തോർത്തുമുണ്ട്, കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. സ്റ്റേഷനിൽ ആകെ 2 കോൺസ്റ്റബിൾമാരേ ഉള്ളൂ. തോളത്തെ തോർത്തെടുത്തിട്ട് തലയും മുഖവും ഒന്ന് തുടയ്ക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഞാൻ താൻ ഈശ്വരമൂർത്തി. പോലീസുകാരുടെ നല്ല ജീവനങ്ങെടുത്തു. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരനായ ഈശ്വരമൂർത്തി മുമ്പിൽ നിൽക്കുന്നു. എന്താ ചെയ്യേണ്ടത് ഈ മനുഷ്യനെ? കാരണം ആര് വിചാരിച്ചാലും ഈശ്വരമൂർത്തിയുടെ സ്പിരിറ്റ് ടാങ്കറൊന്നും തടയാൻ പറ്റുന്നില്ല. അത്ര വലിയ പിടിപാടാണ് ഈശ്വരമൂർത്തിക്ക്. കേരള രാഷ്ട്രീയം ഈശ്വരമൂർത്തിയുടെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന കാലം. ആ ഈശ്വരമൂർത്തിയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ചുമ്മാ നടന്ന് കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ കയറി നാടകീയമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. ഇതാണ് അധോലോകത്തിൻ്റെ പെരുമാറ്റം. വൺസ് ദേ അപ്പിയർ, ദേ മേക്ക് ഇറ്റ്, ദേ സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻസിഡൻറ്റ്. ഇവിടെ അതില്ലാതെ ഫോൺ ചെയ്യുക, താനാണോ ഡി മണി? ഇല്ല സാർ, ഞാൻ ഡി മണിയല്ല, മണിയേ അല്ല. താനൊരു മണിയാണല്ലോ, തനിക്കൊരു ലക്ഷണമുണ്ടല്ലോ മണിയുടെ. അല്ല, മണിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ MS മണിയാണ്. MS മണിയോ? അല്ല, അത് M സുബ്രമണി എന്നുള്ളത് ഞാൻ ചെറുതാക്കി MS മണിയാക്കിയതാണെന്നൊക്കെ പറയുക. ഇതൊക്കെ ആരെ വിശ്വസിപ്പിക്കാനാണ്? എങ്ങോട്ടാണ് ഈ കേസ് പോകുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. ഏതോ തമിഴന്മാരുടെയൊക്കെ വാചാടോപം കേട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണോ? നമ്മുടെ നാട്ടിൽ കുംഭകോണം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഓർമ്മയില്ല? ആന്ധ്ര അരി കുംഭകോണം EMSൻ്റെ കാലത്ത് വലിയ ബഹളമായതാണ്. പൊതുവേ വൻ അഴിമതികൾക്ക് കുംഭകോണം എന്ന് പറയും. ഈ കുംഭകോണം എന്നുള്ള വാക്കുണ്ടായത് എങ്ങനെയാണെന്ന് പറയുന്നത്, തമിഴ്നാട്ടിലൊരു സ്ഥലമാണല്ലോ കുംഭകോണം, വളരെ പ്രശസ്തമായ സ്ഥലമാണ്. കുംഭകോണത്ത് നിന്ന് ഒരു ശിവരാമൻ ചെട്ടിയാർ കൊല്ലത്ത് വന്നു. 40 കിലോമീറ്ററാണ്. കൊല്ലത്ത് വന്നിട്ട് ഇദ്ദേഹം ഒരു കുറിക്കമ്പനി പോലെ ഒരു വലിയ ബോർഡൊക്കെ വെച്ചു. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ അത് ഇരട്ടിയാവും. 100 രൂപ ഇട്ടാൽ 6 മാസം കഴിയുമ്പോൾ 200 രൂപയാകും. മലയാളിയെല്ലാം കൂടെ ചാടി വീണ്. നമ്മൾ പിന്നെ ആട്, തേക്ക്, മാഞ്ചിയം, സ്വർണ്ണച്ചേന, നോട്ടിരട്ടിപ്പ്, സകല പരിപാടി കൂടായി പിന്നെ നമ്മൾ നിന്ന് കൊടുക്കുമല്ലോ. പറ്റിച്ചു കൊടുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ ബോർഡ് തൂക്കിയാണ് മലയാളി നടക്കുന്നത്. മലയാളികളെല്ലാം കൂടെ ശിവരാമൻ ചെട്ടിയാരുടെ ആഫീസിൽ പോയിട്ട് കൈ കിട്ടിയ കാശെല്ലാം കൂടെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ശിവരാമൻ ചെട്ടിയാർ വലിയ രസീതൊക്കെ കൊടുത്തു. ശിവരാമൻ ചെട്ടിയാരുടെ ആഫീസിൽ പുള്ളി MGRൻ്റെ കൂടെ, ശിവാജി ഗണേശൻ്റെ കൂടെ, MR രാധയുടെ കൂടെ, മനോഹറിൻ്റെ കൂടെ, സാവിത്രിയുടെ കൂടെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഫോട്ടോ വരുന്നില്ലേ? സോണിയാഗാന്ധിയുടെ കൂടെ, പിണറായി വിജയൻ്റെ കൂടെ, കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ. അതുപോലെ ഈ പറഞ്ഞ ശിവരാമൻ ചെട്ടിയാർ അന്നത്തെ സിനിമാ നടന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവർ ഒരു അണ്ണാതുരെ, ചപ്പ് ചവർ
എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഫോട്ടോയൊക്കെ. ഇതൊക്കെ കണ്ട് മതിമറന്ന് എല്ലാവരും കാശ് കൊടുത്തു. ഒരു 1.5 മാസം കളക്ഷനൊക്കെ നടത്തിയിട്ട് ശിവരാമൻ ചെട്ടിയാർ കുംഭകോണത്തേക്ക് പോയി. 6 മാസം കഴിയുമ്പോൾ ഞാൻ വരും, എല്ലാവർക്കും ഇരട്ടി വെച്ച് തരും. 6 മാസം കഴിഞ്ഞു, 7 മാസമായി, 8 മാസമായി, 9 മാസമായി, ശിവരാമൻ ചെട്ടിയാരെ കാണാനില്ല. 10 മാസമായി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് കൂടിയിട്ട് പറഞ്ഞു, അല്ല ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ പിടിച്ചിട്ട് കുംഭകോണത്ത് പോയി. അവിടെ പോയി ശിവരാമൻ ചെട്ടിയാരെ അന്വേഷിച്ചു. രാവിലെ ഒരു 10 മണിക്ക് അന്വേഷിച്ച് തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ നടന്ന് ശിവരാമൻ ചെട്ടിയാരുണ്ടോ, ശിവരാമൻ ചെട്ടിയാരെന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ ആളുകൾക്ക് സംശയമായി. ഇന്നില്ല, നീ ഇപ്പോൾ കുറേ നേരമായില്ലേ ഇതിൽ തേരാപ്പാര നടന്ന് ശിവരാമൻ ചെട്ടിയാരെ അന്വേഷിക്കുന്നത്, എന്താ കാര്യം? അവിടെ കുംഭകോണത്താണെങ്കിൽ നിറയെ ശിവരാമൻ ചെട്ടിയാരാ. കുറഞ്ഞത് 10-20 ശിവരാമൻ ചെട്ടിയാരെ ഇവർ തന്നെ കണ്ടിട്ട് ഈ ചെട്ടിയാരല്ല ആ ചെട്ടിയാരെന്നൊക്കെ പറഞ്ഞ് കച്ചരായി തമിഴന്മാർ കൂത്തിരി പിടിച്ച് നിർത്തി. തട്ടിക്കളയും നിന്നെയൊക്കെ വിടുവൻ എന്നൊക്കെ പറഞ്ഞ് വിരട്ടി നാശമാക്കി. ഇവർ പ്രാണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കണ്ണി കണ്ട ബസ്സൊക്കെ കയറി തിരിച്ചു വന്നു. അതോടെയാണ് കുംഭകോണം എന്നുള്ള വാക്കുണ്ടായത്. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. നമ്മളെപ്പോലെ ഇങ്ങനെ തട്ടിപ്പിന് വിധേയരാകുന്നൊരു ജനത വേറെയില്ല. എൻ്റെ ബലമായ സംശയം ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണപ്പാളി കേസുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പോൾ ഈ നടക്കുന്ന ഡി മണി നാടകത്തിനില്ല. ഡി മണി ഈ പറഞ്ഞ പോലെ വേറൊരു ശിവരാമൻ ചെട്ടിയാരോ അല്ലെങ്കിൽ ഈശ്വരമൂർത്തിയോ ആകാം. വേറെ ഏതെങ്കിലും ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾ. കേരളത്തിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹം കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. അത് പോയില്ലെങ്കിലേ അത്ഭുതമുണ്ട്. നാഥനില്ല കളരിയാണെന്ന് അമ്പലങ്ങൾ. ദേവസ്വം ബോർഡിൻ്റെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ ആന പോലെയാണ്. ആർക്ക് വേണമെങ്കിലും എന്തും എടുത്തുകൊണ്ട് പോകാം. ഭക്തർക്കും ഒരു ദണ്ണവുമില്ല. അതറിയാമോ? 10 പവൻ്റെ മാല ഗുരുവായൂരപ്പൻ്റെ നടക്കി വെച്ചിട്ട് ഭക്തനൊരു നടപ്പ് വെച്ച് കൊടുക്കും. ഈ മാല ഗുരുവായൂരപ്പൻ്റെ ഭണ്ഡാരത്തിൽ പോയോ അതോ അവിടെ വായി നോക്കി നിന്ന് ഏതെങ്കിലും കാവൽക്കാരനെ എടുത്തുകൊണ്ട് പോയോ ഒന്നും നമുക്കറിയണ്ട. ഞാൻ ഗുരുവായൂരപ്പന് കൊടുത്തു, ബാക്കിയുള്ളത് അങ്ങേര് നോക്കിക്കോട്ടെ എന്നാണ്. ഇയാളുടെ 10 പവൻ്റെ മാല കിട്ടിയിട്ടുണ്ട് ഗുരുവായൂരപ്പന് കഞ്ഞി കുടിക്കാൻ. ഗുരുവായൂരപ്പന് ഈ സ്വർണം ഒട്ടും വേണ്ട. ഇത് വേണ്ടത് നമുക്ക് തന്നെയാണ്, മൊത്തം ഹിന്ദു സമുദായത്തിനാണ്. ആ ചിന്തയോടെ ആരും തന്നെ വഴിപാട് നടത്താറില്ല. നമ്മളൊരു കാര്യസാധ്യത്തിനായിട്ട് പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ അയൽവക്കത്തുകാരൻ്റെ തല പൊട്ടിത്തെറിക്കണം, ഇതിനൊക്കെ ആയിട്ട് നമ്മൾ വഴിപാട് നടത്തുന്നു. അപ്പോൾ ആ കാശ് ദൈവത്തിനാണ് എന്ന് വിചാരിച്ച് ഭണ്ഡാരത്തിലോ ശ്രീകോവിലിൻ്റെ പടിയിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ സംതൃപ്തിയോടെ തിരിച്ചു വരും. ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തു, പിന്നെ അത് ആരെടുത്തുകൊണ്ട് പോയി എന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല, അത് ഗുരുവായൂരപ്പൻ നോക്കണം. അപ്പോൾ ഈ കൊടുക്കുന്ന മാല, കാശ്, അത് ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ ജോലിയായിട്ട് മാറി. അങ്ങേർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധനവും വേണ്ടതാണ്. ഈ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം തന്നെ കേരളത്തിൽ ആടിയൊലഞ്ഞ് നിൽക്കുകയാണ്. കുറേ കാലമായിട്ട് ആടിയൊലഞ്ഞ് നിൽക്കുകയാണ്. ഭഗവാനെ ഒരു കോൺട്രാക്ടറായിട്ടാണ് നല്ലൊരു ശതമാനം ഭക്തന്മാർ, എല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ എന്നെ തല്ലാൻ വരും. നല്ലൊരു ശതമാനം ഭക്തന്മാർക്കും ഭഗവാൻ ഒരു കോൺട്രാക്ടറാണ്. ദേ ഇന്ന കാര്യം സാധിച്ചതെന്ന് കഴിഞ്ഞാൽ ഇത്ര പവൻ്റെ മാല. ഈ കാര്യം സാധിക്കാനായിട്ട് 2 കൊല്ലം താമസിച്ചു. അപ്പോൾ സ്വർണത്തിൻ്റെ വില കൂടി ഇരട്ടിയായി. അപ്പോൾ ഇയാൾ പറയും, സ്വർണത്തിന് ഇത്ര രൂപ ഉള്ളപ്പോഴാണ് ഞാൻ 10 പവൻ്റെ മാല തരാമെന്ന് പറഞ്ഞത്. നീ വെച്ച് താമസിപ്പിച്ചിട്ട് ഇപ്പോൾ പവൻ്റെ വില ഇരട്ടിയായി, അതുകൊണ്ട് ഞാനിപ്പോൾ 5 പവൻ്റെ മാലയെ തരുള്ളൂ എന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അത്ര പകുതിക്കുള്ള മാലയെ കൊടുക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഭക്തനും ഭഗവാനും തമ്മിൽ നടക്കുന്നത്. ആ സമയത്ത് ഇതിങ്ങനെ നടന്നില്ലെങ്കിൽ അത്ഭുതമുണ്ടോ? ഇത് കൂടാതെ കഴിഞ്ഞ തവണ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, ഈ നെയ്യ് പുറകിൽ കൂടെ കീഴ്ശാന്തിമാരോ ഉപശാന്തിമാരോ ഉൾക്കഴകക്കാർ വിൽക്കുന്നു. ദിവസം 5 ലക്ഷം രൂപ വരുമാനം. ഒരു ദിവസം 5 ലക്ഷം രൂപ വരുമാനം. ഒരു ദിവസം 5 ലക്ഷം രൂപ വരുമാനമുള്ള എത്ര പേരുണ്ട് കേരളത്തിൽ? എനിക്ക് തോന്നുന്നില്ല MA യൂസഫ് അലിക്ക് പോലും ഉണ്ടാവില്ല ഒരു ദിവസം 5 ലക്ഷം രൂപ വരുമാനം. ദൈവത്തിനറിയാം, ഇവരുടെ ഒന്നും വരുമാനം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. എന്നാലും 5 lakhs പെർ ഡേ
ഉൾക്കഴകക്കാർ അടിച്ചു മാറ്റുകയാണ്. അപ്പം ബാക്കി കഴകക്കാരുടെ ആലോചിച്ച് നോക്കിയേ, മേൽശാന്തിക്ക് തന്ത്രിക്കൊക്കെ എത്ര കിട്ടുന്നുണ്ടാകും? ഇവരൊന്നും അറിയാതെയാണ് ഈ സാധനമൊക്കെ, ഈ സംഗതിയൊക്കെ നടന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഞ്ചലോക വിഗ്രഹം അവിടെ നിന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ തന്ത്രിയും മേൽശാന്തി അറിയാതെ സാധിക്കുമോ? അല്ലെങ്കിൽ അവർക്ക് വല്ല മയക്കുമരുന്നും കൊടുത്ത് ബോധം കെടുത്തി ഇട്ടിട്ട് ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സെക്യൂരിറ്റി അത് ഇത് പാരഫെർനേലിയ അവിടെ മണ്ഡലവും മകരവിളക്കും ഒന്നും അല്ലാത്ത സമയത്തും അവിടെ ആളുണ്ട്, സെക്യൂരിറ്റിയുണ്ട്. ഇപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ ഇത് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ബഹളം. ആദ്യം ഡീമണിയെ ചോദ്യം ചെയ്തു, പിന്നെ ഡീമണി അല്ല എന്ന് പറയുന്നു, പിന്നെ ഡീമണി തന്നെ ആണെന്ന് പറയുന്നു, വീടും കടയും റെയ്ഡ് ചെയ്തു എന്ന് പറയുന്നു. അതിൻ്റെ അവസാനത്തെ തമാശയായിട്ട് ജാനുവരി 4-5 തിരുവനന്തപുരത്ത് വന്നാൽ മതി, നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ കൈ കൊടുത്ത് പിരിയുന്നു. ഇത്ര വലിയ ക്രിമിനലാണെങ്കിൽ സ്പോട്ടിൽ പൊക്കിയെടുക്കണ്ടേ? എന്താ പൊക്കിയെടുക്കാത്തത്? അത് വീണടം വിദ്യയായിട്ട് പറയും. അതങ്ങനെയല്ല, ഇപ്പം അയാളെ തൊടാൻ പാടില്ല, ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ മുഴുവൻ രഹസ്യവും പുറത്തു വരില്ല, നമ്മൾ വാച്ച് ചെയ്യണം. അങ്ങനെ വാച്ച് ചെയ്ത് ഒരു 4-ാം തീയതിയൊക്കെ ആയി കഴിയുമ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് വരും. അപ്പോൾ നമുക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാം. കൊള്ളാം, നല്ല ബുദ്ധിയാണ്. പണ്ട് ഈ കൊക്കിനെ പിടിക്കാനായിട്ട് ഒരു തന്ത്രം ഒരാൾ പറഞ്ഞിരുന്നു. കൊക്കിങ്ങനെ പാടത്ത് ഈ ചുണ്ടും താഴ്ത്തി വെച്ച് ഇങ്ങനെ നിൽക്കുമല്ലോ ഒറ്റക്കാലിൽ. ആദ്യം പതുക്കെ പോയിട്ട് കൊക്കിൻ്റെ തലയിൽ കുറച്ച് വെണ്ണ വയ്ക്കുക. ഈ വെയിൽ തട്ടി വെണ്ണ ഉരുകും. വെണ്ണ ഉരുകി കൊക്കിൻ്റെ കണ്ണിലേക്ക് ചെല്ലും. അപ്പോൾ കൊക്കിന് കണ്ണ് കാണാൻ വയ്യാതെ പരിഭ്രമിക്കും. അപ്പോൾ നമ്മൾ കൊക്കിനെ പിടിക്കുക. ഇതായിരുന്നു വേല. ഇതുപോലെയാണ് ഈ ഡി മണി എന്ന, ഡയമണ്ട് മണി എന്ന, ദാവൂദ് മണി അല്ലെങ്കിൽ ദുബായ് മണി എന്ന് പറയുന്ന ആളിനെ പിടിക്കാനായിട്ട് മദ്രാസ് വരെ പോയിട്ട് റെയ്ഡ് നടത്തി മണിയുടെ തലയിൽ വെണ്ണയും വെച്ചിട്ട് പോലീസ് തിരിച്ചു വന്നിരിക്കുകയാണ്. ജാനുവരി 4 ആകുമ്പോൾ ഈ വെണ്ണ ഉരുകി ഡി മണിയുടെ കണ്ണിലേക്ക് ഇറങ്ങുകയും അങ്ങേർക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാകുകയും ആ സമയത്ത് എല്ലാ സത്യവും കൂടെ വിളിച്ചു പറയുകയും അതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരു പരിഹാരമാകുകയും ചെയ്യും എന്നാണ് SITയുടെയും രാഷ്ട്രീയക്കാരുടെയും TV-കാരുടെയൊക്കെ തീരുമാനം. ഞാനായിട്ട് എതിര് പറയുന്നില്ല, അതങ്ങ് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൽ മിസ്സിംഗ് ആയിപ്പോയ ഇൻഗ്രീഡിയൻ്റായ ഒരു സ്ത്രീയെ ഏറ്റവും വേഗം ഈ കേസിലേക്ക് കൊണ്ടുവരണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.